വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ്. പ്രധാനമായ ദിവസം ഇന്ന് പരിശുദ്ധമായ റാസകുർബാന അർപ്പിച്ച് നാം ആചരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ മത്സരത്തിൽ കൈത്താക്കാലം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ കൈത്താക്കാലത്തിലാണ്. കൈത്താക്കാലത്തിൽ പ്രധാനമായിട്ട് സഭാമാതാവ് അനുസ്മരിക്കുന്നത് സഭയുടെ വളർച്ചയാണ്. മിശിഹായുടെ സഭ വളരുന്ന രഹസ്യങ്ങളാണ് ഈ കൈത്താക്കാലത്തിൽ സഭ മുഴുവനും ധ്യാനിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, രക്തസാക്ഷികളിലൂടെ, വിശുദ്ധരിലൂടെയെല്ലാം വളർന്ന സഭയുടെ വളർച്ചയെ, ആ വളർച്ചയുടെ രഹസ്യത്തെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ആരാധനാക്രമ മത്സരമാണ് കൈത്താക്കാലം. ലോകരക്ഷകനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. ജീവിത സാക്ഷ്യം വഴിയായിട്ടാണ് സഭയെ വളർത്താൻ സഭാ ശുശ്രൂഷകർക്ക് കഴിയുന്നത്. വിശുദ്ധാത്മാക്കളെല്ലാം ജീവിത സാക്ഷ്യത്തിലൂടെയാണ് മിശിഹായുടെ സഭയെ വളർത്തിയത്. വിശുദ്ധ അൽഫോൻസാമയും തൻ്റെ ജീവിതത്തിലൂടെ കർത്താവായ ഈശോയ്ക്ക്, രക്ഷകനായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ ഈശോയുടെ മുഖമാണ് ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധാത്മാക്കൾ പ്രകാശിപ്പിക്കുന്നത്. ഭരണങ്ങാനത്ത് നാം കാണുന്നതും ഈശോയുടെ മുഖം പ്രകാശിപ്പിച്ച അൽഫോൻസാമയെയാണ്. സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഈശോയുടെ മുഖത്തു നിന്ന് പ്രവഹിക്കുന്നത്. ഭരണങ്ങാനത്തെ ദൈവസ്നേഹത്തിൻ്റെ ഉറവ കണ്ണിയാക്കിയത് അൽഫോൻസാമയാണ്. വിശുദ്ധ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടതായി പ്രഖ്യാപിച്ച നാൾ മുതൽ എല്ലാ വർഷവും പ്രധാന തിരുനാൾ ദിനം സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ റാസ കുർബാനയാണ് നാം മുടങ്ങാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനുള്ള പരമമായ ആരാധനയാണ് പരിശുദ്ധ കുർബാന. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ബലിയും. പരിശുദ്ധ കുർബാനയിൽ ദൈവം നമുക്ക് സാധിച്ചു തന്ന രക്ഷയുടെ രഹസ്യങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി ചെയ്ത കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ നാം ഉരുവിടുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെയാണ്: നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കണം. അവ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തലമുറകളെ പഠിപ്പിക്കണം. അങ്ങനെ ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഗ്രഹിക്കണം. പുതിയ ഉടമ്പടിയിൽ ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരവും രക്തവുമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈശോയുടെ കൽപ്പന പ്രകാരം പരിശുദ്ധ കുർബാന നാം അർപ്പിക്കുന്നു. പരിശുദ്ധ കുർബാന ഈശോയുടെ രക്ഷണീയ കർമ്മങ്ങളുടെ അനുസ്മരണവും ആചരണവും ആണ്. കാൽവരിയിലെ അതേ ബലിയുടെ കൗതാശികമായ ആചരണമാണ് പരിശുദ്ധ കുർബാന. ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നാം ഏറ്റുപറയുന്നത്. അതാണല്ലോ പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാരോട്
ദൈവം പറഞ്ഞത്, ദൈവം നിങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും എന്നും ഓർത്തിരിക്കണം. അങ്ങനെ ദൈവം ചെയ്ത കാര്യങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ജനം. പരിശുദ്ധ കുർബാനയിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം, അവിടുന്ന് നമുക്കായി ചെയ്ത രക്ഷണീയ കർമ്മങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ രക്ഷണീയമായ അനുഭവത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിക്കുകയുമാണ്. ദൈവം സ്നേഹമാണെന്ന് അറിയുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ആ സ്നേഹം തലമുറകളിലേക്ക് നമ്മൾ കൈമാറുകയാണ്. വിശുദ്ധ അൽഫോൻസാമയും പരിശുദ്ധമായ ബലിയർപ്പണത്തിലൂടെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തികവോടെ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്ത് നല്ല ഒരു ബലിയർപ്പകയായി ജീവിതാവസാനം വരെ ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെ ബലിയിൽ നിന്നാണ് സാക്ഷ്യത്തിനായുള്ള ശക്തി ഈ അമ്മ സ്വന്തമാക്കിയത്. ഈശോയുടെ രക്ഷണീയമായ ബലിയിൽ, അവിടുത്തെ കൗദാശിക വരപ്രസാദത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഈശോയ്ക്ക് ലോകത്തിൽ സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി അൽഫോൻസാമ്മ സ്വന്തമാക്കി. അൽഫോൻസാമ്മയുടെ തിരുനാളിൽ ഈ സത്യമാണ് അമ്മ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന അവസരത്തിൽ കർത്താവായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, സ്വന്തമായ മികവ് കൊണ്ടും സാധ്യമല്ല. പ്രത്യുത ദൈവം തരുന്ന കൃപയിലാണ് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. അത് നമ്മളെല്ലാം നന്നായി പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേണം. എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്? അതിനുള്ള ശക്തി ഉന്നതത്തിൽ നിന്ന് ദൈവം തരുന്നു. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് ഉചിതമായി ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനമായ കാര്യം അതാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് കർത്താവായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക, ഭൂമിയിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ. കൊറോണ വൈറസ് വ്യാപന കാലഘട്ടത്തിലൂടെ 4 മാസമായി നാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എല്ലാം ദൈവം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഒരു ആത്മീയ തത്വമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ സത്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എല്ലാം ദൈവം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. തൻ്റെ കിടക്കയിൽ ഒന്നും ചെയ്യാനാവാതെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പാഴ്ജീവിതം, കിടക്കയിൽ കിടന്നുകൊണ്ട് മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലാതെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി നല്ല ഒരു പങ്ക് ജീവിതത്തിൽ ചെലവഴിച്ച വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അങ്ങനെ രോഗക്കിടക്കയിലായിരിക്കുമ്പോഴും ഒന്നും ചെയ്യാനാവാത്ത അവസരത്തിലും പ്രത്യാശയുടെ ഒരു വെളിച്ചം അൽഫോൻസാമ്മ കണ്ടു. പീഡാനുഭവവും മരണവും കഴിഞ്ഞുള്ള ഉയർപ്പിന്റെ വെളിച്ചം. ആ വെളിച്ചത്തിലാണ് നാം ഇപ്പോൾ ഭരണജ്ഞാനം കാണുന്നത്. ആ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് മഹാമാരി നമ്മുടെ ഇടയിലുണ്ടെങ്കിലും അതിനിടയിലും പ്രത്യാശയുടെ ഒരു വെളിച്ചം അണയാതെ നിൽക്കുന്നു എന്ന് അൽഫോൻസാമ്മ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മരണത്തിലും രോഗത്തിലും അപകടത്തിലും വേദനയിലും പരാജയത്തിലും തകർച്ചയിലും അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്.
ആ വെളിച്ചം ലോകത്തിന് ദൃശ്യമാക്കിയ വ്യക്തിയാണ് അൽഫോൻസാമ. ഇന്ന് നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, യുവജനങ്ങൾക്കെല്ലാം ഈ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിയണം. മാതാപിതാക്കന്മാരെ, ഈ വെളിച്ചം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് നൽകാൻ കഴിയുമ്പോഴാണ് പ്രത്യാശയോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ അവര് കരുത്തുള്ളവരായിട്ട് മാറുന്നത്. ഇന്ന് പരക്കെ നാം കേൾക്കുന്നുണ്ട്, കുട്ടികളും യുവജനങ്ങളുമെല്ലാം പെട്ടെന്ന് ആത്മഹത്യാ പ്രവണതയിലേക്ക് വഴുതി വീഴുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു പരാജയം വരുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാം തീരുന്നു എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ അണഞ്ഞു പോകുന്നത് കൊണ്ടാണ്. വിശുദ്ധ അൽഫോൻസാമ തൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വെളിച്ചം അണയാതെ സൂക്ഷിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയതയിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. പരാജയത്തിലും ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള വ്യക്തമായ സൂചന നൽകാനായിട്ട് ഇടയാകുന്ന അനുഭവമായി തീരാനായിട്ട് കാരണമാകണമെന്ന് വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാം പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ നാളുകളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ വെളിച്ചം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഉള്ളിൽ ഈ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനും നമുക്കിടയാകണം. വിശുദ്ധ അൽഫോൻസാമ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് പാഴ്വേല എന്ന് ലോകം പറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥയായിരുന്ന ഈ വ്യക്തി തൻ്റെ ഉള്ളിൽ ഈ വെളിച്ചം മരിക്കും വരെ അണയാതെ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് മരിച്ച ശേഷവും ജീവിക്കാൻ തക്ക, ഇന്നും അനേകർക്ക് വെളിച്ചമാകാൻ തക്ക വിധം നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ അടയാളമായി അൽഫോൻസാമ ജീവിക്കുന്നത്. അൽഫോൻസാമയുടെ സഹനത്തെക്കാൾ ഉപരിയായിട്ട് ഈ അമ്മയുടെ സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അൽഫോൻസാമയുടെ സഹനത്തെക്കാൾ ഉപരിയായിട്ട് ഈ അമ്മയുടെ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ പ്രഘോഷിക്കണം. സഹന സന്തോഷത്തിൻ്റെ വിശുദ്ധയാണ് അൽഫോൻസാമ. സഹനം സന്തോഷമായിട്ട് അവതരിച്ചതാണ് വിശുദ്ധ അൽഫോൻസാമ. 48-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ ഇപ്രകാരമാണ്: കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാണ്. ഉയർന്ന് മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ്. 92-ാം സങ്കീർത്തനം 4-ാം വചനം പ്രകാരമാണ്: കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്ക് ഞാൻ ആനന്ദഗീതം ആലപിക്കണം. 97-ാം സങ്കീർത്തനം 1-ാം വചനം: കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുന്ന ദൈവത്തിൻ്റെ സന്തോഷമെല്ലാം ഹൃദയത്തിൽ ഒപ്പിയെടുത്ത ജീവിതമാണ് അൽഫോൻസാമയുടെ. ദൈവത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന മല, വിശുദ്ധമായ ഗിരി മുഴുവൻ സന്തോഷമാണ്. അവിടുത്തെ പ്രവൃത്തികളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്രഘോഷിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് തൻ്റെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാൻ തക്കവിധം ആഴമുള്ള ഒരു വിശ്വാസത്തിലാണ് അൽഫോൻസാമ നമ്മുടെ ഇടയിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് അനേകം പേർക്ക് രോഗാവസ്ഥയിൽ തൻ്റെ കിടക്കയ്ക്ക് അടുക്കലേക്ക് വന്നവർക്കൊക്കെ സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, ആശ്വാസമുണ്ടായി. അനേകം കുട്ടികൾ ഈ അമ്മയുടെ അടുക്കലേക്ക് വന്നു. കുട്ടികൾ അടുത്ത് വരണമെങ്കിൽ സന്തോഷമുണ്ടാവണം. സന്തോഷമുള്ളിടത്താണ് കുട്ടികൾ വരുന്നത്.
ഈ അമ്മയുടെ അടുക്കലേക്ക് കുട്ടികളെല്ലാം ഓടി വന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ സന്തോഷമുണ്ട് എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അൽഫോൻസാമയെ സന്തോഷത്തിൻ്റെ മനോഹരമായ ഒരു ദൈവിക ആവിഷ്കാരമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അൽഫോൻസാമ്മ ജീവിച്ചിരുന്നപ്പോൾ രോഗക്കിടക്ക അനേകർക്ക് സന്തോഷം നൽകി. ഇന്ന് ഈ അമ്മയുടെ കബറിടം ആയിരങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും സൗഖ്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദതയുടെ ശക്തി, പവർ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അൽഫോൻസാമ. ആധുനിക ലോകം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വലിയൊരു പവർ ഹൗസാണ് നിശബ്ദത. കാരണം നിശബ്ദതയിൽ ദൈവം വാഴുന്നു. നിശബ്ദതയിൽ നാം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. ശബ്ദത്തിൻ്റെ സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള മറുപടിയാണ് നിശബ്ദത എന്ന് പറയുന്നത്. ശബ്ദമാണ് എല്ലാം എന്ന് പറയുന്ന ലോകത്തിൻ്റെ പ്രവണതയ്ക്ക് വിരുദ്ധമായിട്ട് നിശബ്ദതയിൽ ദൈവത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന ആത്മീയ ആവൃത്തിക്കുള്ളിലേക്ക് മനുഷ്യൻ പിന്തിരിയണമെന്ന് ഈ കാലം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിശബ്ദതയിലേക്ക് പ്രവേശിക്കാനാണ് അതിസൂക്ഷ്മ ജീവികളായ വൈറസുകൾ പോലും നമ്മോട് പറയുന്നത്. അവർ ഉദ്ഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. അതുകൊണ്ടാണ് നിശബ്ദതയിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ അറിയാൻ, അനുഭവിക്കാൻ, കേൾക്കാൻ ഒക്കെ മനുഷ്യൻ തയ്യാറാകുക. വിശുദ്ധ അൽഫോൻസാമ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് നിശബ്ദതയിലാണ്. നിശബ്ദതയായിരുന്നു അൽഫോൻസാമയുടെ ശക്തി. മൗനമായിരുന്നു അവരുടെ സൗന്ദര്യം. നിശബ്ദതയും മൗനവും ഇരട്ടകളായി അൽഫോൻസാമയോട് ചേർന്നിരുന്നു എന്ന് നമുക്കെല്ലാം കണ്ടു ബോധ്യപ്പെടാൻ കഴിയുന്നു. ഏകാന്തതയിലായിരുന്നു ജീവിതത്തിൽ നല്ലൊരു പങ്കും ഈ അമ്മ ചെലവഴിച്ചത്. ആരും അടുപ്പക്കാരായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവളായിട്ട് രോഗം മൂലം, രോഗത്തിൻ്റെ കാഠിന്യം മൂലം, മറ്റുള്ളവർക്ക് അടുത്തു നിൽക്കാൻ പറ്റാത്ത വിധം കഠിനമായ രോഗം ബാധിച്ചിരുന്നവളായിരുന്നുകൊണ്ട് എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അൽഫോൻസാമ. പക്ഷേ ഏകാന്തതയിൽ അൽഫോൻസാമ ഒറ്റപ്പെട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ കൈപിടിച്ച് അവൾ നടന്നു. ദൈവത്തിൻ്റെ കൈപിടിച്ച് നടന്നു. ഏകാന്തതയിൽ ലോകം ഒറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെട്ടില്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചു. എല്ലാം പിടിച്ചെടുക്കുന്നതാണ് വിജയം എന്ന് ലോകം സാധാരണ പറയാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കാറുമുണ്ട്. എല്ലാം പിടിച്ചെടുക്കുന്നതാണ് വിജയം, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് വിജയം എന്ന് ഭരണങ്ങാനത്ത് അൽഫോൻസാമ ഉദ്ഘോഷിക്കുകയാണ്. എല്ലാം പിടിച്ചെടുക്കുന്നത് വിജയമാണെന്ന് ലോകം പറയുന്നു. അൽഫോൻസാമ സ്വർഗത്തിൻ്റെ സുവിശേഷം പറയുന്നു. ദൈവത്തിനായിട്ട് സ്വയം ശൂന്യമാക്കുന്നത്, എല്ലാം വിട്ടു നൽകുമ്പോൾ സ്വർഗം സ്വന്തമാകുന്ന നിക്ഷേപത്തിന് നാം ഉടമകളായി തീരുകയാണ്. അങ്ങനെ പിടിച്ചെടുത്തതല്ല, കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നതാണ് നേട്ടമെന്ന തിരിച്ചറിവ് ആഴമായ ആത്മീയതയിൽ അൽഫോൻസാമ സ്വന്തമാക്കിയപ്പോൾ അത് വിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമായിട്ട് പരിണമിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 3-ാം അധ്യായം 13-ാം വചനം പ്രകാരമാണ്: സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. 2 കൊറിന്ത്യൻസ് 4:18 പ്രകാരം നമ്മൾ വായിക്കുന്നു: ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരമാണ്, അദൃശ്യങ്ങൾ അനശ്വരവും. വിശുദ്ധ അൽഫോൻസാമ അനശ്വരമായവയുടെ കാവൽക്കാരിയാണ്. ഭൂമിയിലുള്ളതെല്ലാം
നശ്വരമാണ്. ദൈവം നൽകാനിരിക്കുന്നതാണ്, ദൈവം നൽകുന്നതാണ് അനശ്വരമായത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവയിൽ തൻ്റെ ദൃഷ്ടികൾ പതിപ്പിച്ചിരിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് കഴിഞ്ഞു. ദൃശ്യമായവയുടെ പുറകെ ഓടുന്ന ലോകം എന്നും പരാജയത്തിലേക്കും നിരാശയിലേക്കും നിപതിക്കും. അതുകൊണ്ടാണ് അദൃശ്യമായതിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും വഴിതെറ്റാതെ, പരാജയപ്പെടാതെ, നിരാശപ്പെടാതെ, ഇടറാതെ സഞ്ചരിക്കാനുള്ള മാർഗമാണ് അദൃശ്യമായതിൽ നമ്മുടെ നയനങ്ങൾ ഉറപ്പിക്കുക എന്നത്. ലോകത്തിന് മുമ്പിൽ പരാജയമാണെങ്കിലും സ്വർഗം തുറക്കപ്പെടുന്നത് ഈ ഒരു ആത്മീയ നിറവിലാണ്. ലോകത്തിൽ പരാജയമെന്ന് ലോകം വിധി എഴുതും. എന്നാൽ സത്യവും സ്നേഹവും നീതിയും സാഹോദര്യവുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നിലകൊള്ളുമ്പോൾ നമുക്ക് പലതും കയ്യിലിരിക്കുന്നതൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. അതൊന്നും നഷ്ടമല്ല എന്ന് തിരിച്ചറിയാൻ വിശുദ്ധ അൽഫോൻസാമ സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അനശ്വരമായതിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ലോകത്തിൻ്റെ മേൽ വിജയം നേടാൻ നിസ്സാരനായ മനുഷ്യന് സാധിക്കൂ. ദൃശ്യമായവയുടെ പിറകെ ഓടിയാൽ ലോകത്തിൽ വിജയം നേടാൻ മനുഷ്യന് സാധ്യമല്ല. നിസ്സാരനായ മനുഷ്യന് അനശ്വരമായ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത് ഈ അനശ്വരമായ ദൃഷ്ടികൾ പായിക്കാൻ സാധിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മളെല്ലാം സ്വർഗത്തെ നോക്കി ജീവിക്കാൻ നമ്മുടെ വീടുകളിൽ കുട്ടികളെ പഠിപ്പിക്കണം. സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ ചെറുപ്പം മുതലേ അവർ കാണട്ടെ. അങ്ങനെയെങ്കിൽ ലോകത്തിന് പിന്നാലെ ഓടുന്നവരായിട്ട് നമ്മുടെ മക്കൾ മാറില്ല. സ്വർഗത്തിൽ ദർശനം കിട്ടാൻ തക്കവിധം കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചാൽ അവരൊരിക്കലും ഈ ലോകത്തിൻ്റെ പൊയ്മുഖങ്ങളുടെ പിറകെ ഓടാനിടയാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സ്വർഗം ദർശിക്കുവാൻ തക്കവിധം ഉയരങ്ങളിലേക്ക് അവരെ നയിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ 2 കൊറിന്ത്യൻസ് 5:7 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. വിശ്വാസത്തിന്റെ കാഴ്ച. വിശുദ്ധ അൽഫോൻസാമ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ ഈ കാഴ്ചയാണ്. അനശ്വരമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ കർത്താവായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയണം. ഈ തിരുനാൾ ദിവസങ്ങളിലെല്ലാം അനേകം തീർത്ഥാടകർക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പലർക്കും അത് സാധിച്ചില്ല. എങ്കിലും അൽഫോൻസാമയുടെ ആത്മീയമായിട്ടുള്ള സാന്നിധ്യം ഭരണങ്ങാനത്ത് അനുഭവിച്ചറിയുവാനായിട്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന് കഴിഞ്ഞു. അനേകം വിശ്വാസികൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഭരണങ്ങാനത്ത് വന്നിരുന്നവർക്കൊക്കെ ഇക്കൊല്ലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. എങ്കിലും അൽഫോൻസാമ നൽകുന്ന ജീവിത ദർശനം ഇതിനെല്ലാം ഉപരിയാണ്. കാഴ്ചയാലല്ല, ദൃശ്യമായതിലല്ല, കേവലം ക്ഷണികമായിട്ടുള്ള കാര്യങ്ങളിലല്ല, പ്രത്യുത സ്വർഗീയമായ അനുഭൂതികളിലേക്ക് നമ്മെ നയിക്കുന്ന അൽഫോൻസാമ ഈ തിരുനാൾ ദിനത്തിൽ നമ്മെയും ഈ അനശ്വരമായ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവയെല്ലാം അതിജീവിക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നു. ഈ തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ വരുവാനായിട്ട് ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഇതെല്ലാം ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളെയും
അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിന് സമർപ്പിച്ച് ഈ പരിശുദ്ധ റാസ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തീർത്ഥാടന കേന്ദ്രവും ഭരണങ്ങാനം പുറയും പള്ളിയും ഈ ഇടവക സമൂഹവുമെല്ലാം ഒന്നായി നിന്ന് ഈ തിരുനാള് ഭക്തിപൂർവ്വം ആചരിക്കുന്നു. ഏറ്റവും ലളിതമായി, എന്നാൽ ദൈവകൃപയിൽ, ദൈവാരൂപിയുടെ നിറവിൽ എല്ലാവരെയും നന്ദിയോടെ പെരിയ ബഹുമാനപ്പെട്ട റക്ടർ അച്ഛനെയും അച്ഛനോടൊപ്പമുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും, ഫൊറാനപ്പള്ളിയുടെ വികാരി അച്ഛനെയും അച്ഛനോട് കൂടെയുള്ള അച്ഛന്മാരെയും, ബഹുമാനപ്പെട്ട സന്യസ്തര്, എല്ലാ പ്രകാരത്തിലും ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ അൽമായ പ്രേക്ഷിതര്, നല്ല വിശ്വാസത്തിലൂടെ നമ്മുടെ സഭയെ താങ്ങി നിർത്തുന്ന അൽമായ സമൂഹത്തെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും ദൈവകൃപ പ്രാർത്ഥിക്കുന്നു. ദൈവം വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ നമുക്കെല്ലാം ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.